ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന രണ്ട് വ്യക്തികളൊന്ന് ദാസേട്ടനും മണിച്ചേട്ടനും. അപ്പോൾ മണിച്ചേട്ടനെ കുറിച്ച് മണിച്ചേട്ടൻ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ മണിച്ചേട്ടൻ്റെ വിയോഗം അല്ലെങ്കിൽ അത് ചിലപ്പോൾ നിഖിൽ പ്രഭ എന്ന് പറയുന്ന ഒരു കലാകാരന് നഷ്ടമായിട്ട് ഭവിച്ചിട്ടുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം ഇല്ലായികണ്ടല്ലോ ഇൻഡസ്ട്രിയിൽ. അങ്ങനെ ഞാൻ ചിന്തിക്കണില്ല. കാരണം അദ്ദേഹം നല്ലൊരു കലാകാരനായതുകൊണ്ടാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് പോകേണ്ടി വന്നിട്ടുള്ളത് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാസേട്ടൻ കലാകാരനല്ല എന്ന് ഒന്നല്ല, നേരത്തെ പറഞ്ഞതിലാണെങ്കിലും ഞാൻ ഒരു പാട്ടുകാരൻ എന്നുള്ള നിലയിലും നടൻ എന്നുള്ള നിലയിലാണ് മണിച്ചേട്ടനെ എനിക്ക് ആരാധന. ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ മാത്രം അവരെ കണ്ടാൽ മതി. അതിപ്പോൾ എനിക്കായാലും വേറെ ഏത് കലാകാരനായാലും അവർ വ്യക്തിപരമായിട്ട് പല പ്രശ്നങ്ങളും അവർക്കുണ്ടായിരിക്കും. അപ്പം അതുകൊണ്ട് ഞാൻ അവരെ ആ തരത്തിലേ അളക്കാറില്ല. ഇപ്പോൾ പറഞ്ഞ പോലെ ദാസേട്ടനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നത് അവരുടെ കലാകാരനെയാണ് ഇഷ്ടം. ചിലർ പറയും അടുത്ത വഴി ഞാൻ ഇങ്ങനെ പറയും ദാസേട്ടൻ പാട്ടുകാരൻ കൊള്ളാം, പക്ഷെ ആൾ പെരുമാറാൻ ഇത് തന്നെയാണ് മണിച്ചേട്ടൻ എന്നുള്ള വ്യക്തിയും. മണിച്ചേട്ടൻ എന്നുള്ള വ്യക്തിയും ഇതുപോലെ തന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് മണിച്ചേട്ടനിൽ നിന്ന് ഒരുപാട് മോശാനുഭവം വ്യക്തിപരമായിട്ട് എനിക്കുണ്ടായിട്ടുണ്ട്. അദ്ദേഹം പെരുമാറാൻ അദ്ദേഹത്തിന് ഈ പറയുന്ന ഒന്ന് പറഞ്ഞ രണ്ടാമത്തേതിന് ദാരിദ്ര്യം പറയുന്ന വന്ന വഴി പറയുന്ന മണിച്ചേട്ടൻ പുതിയ വന്ന കലാകാരന്മാരോട് അങ്ങനെ എന്നോട് എനിക്ക് വിഷമം തോന്നുന്ന തരത്തിൽ എൻ്റെ മുഖത്ത് എറിയുന്ന പോലെ ഞാൻ ചെയ്തിട്ടുള്ള വർക്ക് CD മേടിച്ചിട്ട് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. ആ മനുഷ്യനെ ഞാൻ എന്നിട്ടും സ്റ്റിൽ ഞാൻ ആ കലാകാരനെ മാത്രം വേണ്ടിയുള്ളൂ. അത് അദ്ദേഹത്തിൻ്റെ സ്വഭാവ വൈകല്യം. എനിക്കും അങ്ങനത്തെ വൈകല്യങ്ങളുണ്ടാവും. മനുഷ്യൻ എന്നുള്ള നിലയിൽ ഒരുപാട് പരിമിതികളുണ്ടാവും. അദ്ദേഹം മരണപ്പെട്ടതുപോലും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ കൊണ്ടും ശീലങ്ങൾ കൊണ്ടൊക്കെയാണെന്ന് നമുക്ക് അറിയാലോ. അപ്പം അത് അവരുടെ നിയോഗം, അവരുടെ വിധി, അവരുടെ സമയം. മറിച്ച് അദ്ദേഹം കുറേ പാഷനേറ്റീവായ ഒരു കലാകാരനായിരുന്നെങ്കിൽ അദ്ദേഹം കൂടുതൽ ശ്രദ്ധാലുവാകുമായിരുന്നു, അദ്ദേഹം ശരീരം ശ്രദ്ധിക്കുമായിരുന്നു, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മണിച്ചേട്ടൻ്റെ ഒരുപാട് പാട്ടുകൾ ഇപ്പം ഇന്നും അല്ലെങ്കിൽ ഇനി വർഷങ്ങൾ കഴിയുമ്പോൾ നിലനിൽക്കുന്ന രീതിയിൽ അദ്ദേഹം പാടി വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങളേണ്ട അങ്ങനത്തെ അതിൽ ആള് പാടി വെച്ചതിൽ ഏത് പാട്ടാണ് കൂടുതൽ ഇതായിട്ട്? എനിക്ക് മണിച്ചേട്ടൻ്റെ എല്ലാ പാട്ടും ഇഷ്ടമാണ്. മണിച്ചേട്ടൻ്റെ എല്ലാ പാട്ടൊന്നും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണ്. അത് അന്നത്തെ അദ്ദേഹം പാടുന്ന രീതികൾ, അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ പോലെ അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള അതായത് അദ്ദേഹം ഒരു യുണീക്കാണ്. ഇപ്പോൾ നിങ്ങളുടെ പാടിച്ചിട്ടുണ്ടല്ലോ മണിയേട്ടൻ, ആ പാട്ടൊന്ന് രണ്ടു വരി. എനിക്ക് അതിൻ്റെ വരികൾ ഓർമ്മയില്ലാത്തതാണ് പ്രധാന പ്രശ്നം. അതിൽ ഈ ഒരു കഥ പോലെ ഞാനൊരു സംഭവം പറയാം, അതായത് എന്നിട്ട് ഞാനൊരു പാട്ട് പാടാം. അതായത് സത്യത്തിൽ ഈ പടം മണിച്ചേട്ടൻ ഡേറ്റ് കൊടുക്കുന്നതും എൻ്റെ ഒരു പാട്ട് വെച്ചിട്ടാണ്. അതായത് മണിച്ചേട്ടനോട് കഥ പറയാൻ ഇവർ പോകുന്ന നേരത്ത് ഈ പടത്തിൻ്റെ പേര് കണ്ണമ്പുഴ അച്ചായൻ എന്നായിരുന്നു. മണിച്ചേട്ടൻ്റെ നാടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു നാടാണ് കണ്ണമ്പുഴ. അപ്പോൾ കണ്ണമ്പുഴ അച്ചായൻ എന്നാണ് പടത്തിൻ്റെ പേരായിരുന്നത്. അപ്പോൾ കണ്ണമ്പുഴ അച്ചായൻ ഒരു കള്ള് ഷാപ്പിൽ വെച്ചിട്ട് പാടുന്ന ഒരു പാട്ട് ഉണ്ടാക്കാൻ ഡയറക്ടറിനോട് ആവശ്യപ്പെട്ടു. അപ്പോൾ എൻ്റെ ആദ്യത്തെ പടമാണ്. അപ്പം ഇവരുടെ ഡിസ്കഷൻ ടൈമിൽ തന്നെ പാട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പാട്ടിന് ഡമ്മി വരിയും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാട്ട് ഇവർ കഥ പറയാൻ പോകുമ്പോൾ ഈ പാട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പജേറോ വണ്ടിയാണ്. അപ്പോൾ ഇവർ ഈ കഥ പകുതി പറഞ്ഞ സമയത്ത് ഡയറക്ടർ പറഞ്ഞു, ഈ സമയത്തൊരു പാട്ടുണ്ട്, അത് ഞങ്ങൾ വെറുതെ ചുമ്മാ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ മണിച്ചേട്ടൻ കഥ പറയാൻ പോകുമ്പോൾ ഒരു പാട്ട് കൊണ്ടുപോകുന്ന ചരിത്രം ആദ്യമായിട്ടാണ്. അപ്പോൾ ഈ CD പുള്ളി അതിലിട്ട് നോക്കുമ്പോൾ പാട്ട് ഇങ്ങനെയായിരുന്നു. അപ്പോൾ മണിച്ചേട്ടൻ തന്നെ പാടണം എന്ന് നമ്മളോട് പറഞ്ഞിട്ടുള്ളപ്പോൾ അത് അതിൽ പല വരികൾ ഞാൻ മറന്നു, എന്നാലും ഞാൻ എനിക്കറിയാം. അപ്പം മണിച്ചേട്ടൻ്റെ ഒരു ഫ്ലേവറിലാണ് ആ പാട്ട്. കണ്ണമ്പുഴ കള്ളേ എന്നെ കൊല്ലാറാക്കല്ലേ, നിറപ്പത്തായ വയറൊന്നാകെ ഞാൻ കനിഞ്ഞടിച്ചിൻ്റെ, കുഞ്ഞേലിപ്പുഴ കുതിച്ചൊഴുകുമ്പോൾ കാലടറാതെ, എൻ്റെ തങ്കക്കരമുണ്ടേ നീ ചേററിയാതെ, ഒരു തരി ചാറുണ്ടൊടി കരിവള നീലി, നിന്റെ കരിവളകളിൽ ഉണരണ വിളി തന്നാരം വിളി, നിന്റെ കരിവളകളിൽ ഉണരണ വിളി തന്നാരം വിളി ഒരു പാട്ടാണ്. അപ്പോൾ അനുപല്ലവിക്ക് ഭയങ്കര രസമാണ്. അനുപല്ലവി മറ്റേ ഇതിലൊക്കെ പറഞ്ഞ പോലെ ഒരു കള്ളു കുടിച്ച നേരത്ത് ആകാശത്ത് നിന്ന് അമ്പിളി അമ്മാവൻ പൊട്ടിയതാ ചേറുള്ള പാടത്ത് വന്ന് കിടക്കണു,
അത് അമ്പിളിയല്ല, ആരോ മറന്നു വെച്ച മറ്റേ അരിവാളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ സംഭവമൊക്കെ ആയിരുന്നു. നമ്മൾ പുള്ളീനെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടി മാക്സിമം എഫേർട്ട് എടുത്തിട്ട് സാധനം. അപ്പോൾ ഈ പാട്ട് കേട്ടിട്ടാണ് അദ്ദേഹം ഡേറ്റ് പോലും കൊടുക്കുന്നത്. പക്ഷെ ആ സിനിമയിൽ വന്നപ്പോൾ ഒരുപാട് കഥകൾ വ്യത്യാസം വന്നു. നായകൻ കള്ളുകൂടിയില്ല, അങ്ങനത്തെ ഒരു സെറ്റപ്പൊക്കെ വന്നപ്പോൾ ഈ പാട്ട് ഒഴിവാക്കാനുള്ളൊരു മടി കൊണ്ട് ഇതിൻ്റെ വരികളൊക്കെ മാറ്റി വേറെ സിറ്റുവേഷനിൽ പൊന്നാൻ തുമ്പി പെണ്ണേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഉപയോഗിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറിൻ്റെ ഒരു കോമ്പിനേഷൻ പ്രശ്നം സത്യത്തിലുണ്ട് ആ പാട്ട്. ഇനിയിപ്പോൾ പുതിയ പ്രൊജക്റ്റുകളെ കുറിച്ചിട്ട് എന്താണ്? പുതിയ സിനിമകൾ പുതിയ പുറത്തു വരാനുള്ള വലിയ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് പ്രഭാസ്, സൗത്ത് ഇന്ത്യൻ സ്റ്റാർ അല്ലെ ഏറ്റവും വലിയ സ്റ്റാർ ആയിട്ടുള്ള പ്രഭാസ് നായകനാവുന്ന 700 കോടിയുടെ ഒരു ഫൗസി എന്ന് പറഞ്ഞ സിനിമ. അതിൻ്റെ പേര് ഇതല്ല തീരുമാനിച്ചത്, താൽക്കാലിക പേരാണ്. വലിയ പ്രൊജക്റ്റ്. അതിലൊരു പാട്ട് ഞാൻ പാടി. ആ പാട്ട് കേട്ടിട്ട് പ്രഭാസ് സാറ് നേരിട്ട് വിളിച്ച് അഭിനന്ദിച്ചു. അത് സിനിമ അവർ ഇത് പുറത്ത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യമാണ്. പക്ഷെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലൊരു അവസരം കിട്ടിയെന്ന് നമ്മൾ പറയുന്നു. അതുപോലെ വൈരമുത്തു സാറിൻ്റെ ഒരു പാട്ട് പാടിയിട്ടുണ്ട്, അത് റിലീസാവാനിരിക്കുന്നു. ഹിന്ദിയിൽ IPL-നോടനുബന്ധിച്ചിട്ട് ഒരു പാട്ട്, ഒരു ജിങ്കിള് ഹിമേഷ് രശ്മി സാറിൻ്റെ മ്യൂസിക്കിൽ ചെയ്തിട്ടുണ്ട്. അത് പുറത്തു വരില്ല എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ സന്തോഷം പങ്കുവെക്കുന്ന കൂട്ടത്തിൽ പറയാം. അങ്ങനെ കുറേ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദിയിലൊക്കെ ഏറെക്കുറെ 10-25ഓളം പാട്ടുകൾ പാടി. അങ്ങനെ മലയാളത്തിൽ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള നിവിൻ പോളിയുടെ പടം പാടി. അങ്ങനെ കുറേ പടങ്ങൾ പാടി. വേറെ പ്രഗത്ഭരായ മ്യൂസിക് ഡയറക്ടേഴ്സിന് കീഴിൽ പാടാൻ പറ്റി, അതൊരു സന്തോഷം. അടിപൊളി അടിപൊളി. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ മ്യൂസിക് കമ്പോസിഷൻ എങ്ങനെയുണ്ട്? മ്യൂസിക് അപ്പോൾ അതാ ഒരു പടം ദേശക്കാരൻ എന്ന് പറഞ്ഞ പടം റിലീസായി. അത് ഗൾഫ് കൺട്രീസിലും ഇവിടെയൊക്കെ റിലീസായിട്ടുണ്ട്. ആ പടം ഇപ്പോൾ ഇതാ അടുത്ത മാസം റിലീസാണ്. അത് മറ്റ് സിനിമകളുടെ ഇടയിൽ ക്ലാഷ് ആയതുകൊണ്ട് അടുത്ത മാസം റിലീസ് ഉണ്ട്. പിന്നെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ടോണി സേവിയർ എന്ന് പറഞ്ഞൊരു പടം, പുതുമുഖങ്ങളുടെ സിനിമകളാണ്. നായകൻ നമ്മുടെ പഴയ നമ്മൾ എന്നുള്ള സിനിമയിലെ നൂലുണ്ട എന്നുള്ള വിജയ് ഷെട്ടനാണ് നായകൻ. പിന്നെ ഇനി 2-3 മറ്റേ അവാർഡ് സിനിമകൾ സംഗീതം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ എനിക്ക് ഞാൻ നേരത്തെയും പറഞ്ഞൊരു കാര്യം, നമ്മൾ പറഞ്ഞത് അല്ലെങ്കിൽ എൻ്റെ ഒരു വോയിസ് എന്ന് പറയുന്നത് നോർമലി റഹ്മാൻ്റെ വോയിസുമായിട്ട് സാമ്യമുണ്ട്. പക്ഷെ അതൊരിക്കലും അറിയുന്നവർക്കറിയാം അതൊരിക്കലും ഇമിറ്റേഷൻ അല്ല. പക്ഷെ നിഖിലേട്ടനെ പോലൊരാൾ എന്താണ്, നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഫ്ലവേഴ്സ് ഷോ ഒരു അനുരഗ് മറ്റേ മിമിക്രിയുടെ ഒരു വേദിയാണ്. അവിടെ അങ്ങ് നിഖിലേട്ടൻ വന്ന് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പം നോർമലി ആളുകൾക്ക് ഈ ഒരു സംഭവം കൂടുകയല്ലേ ചെയ്യുന്നത്, ഇതൊരു മിമിക്രി വേദി തന്നെയാണ് അങ്ങ് വന്നത്. അത് തീർച്ചയായിട്ടും. അത് ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ മിമിക്രി എന്ന് പറഞ്ഞ ഐറ്റം ചെയ്തായിരുന്നു. എനിക്ക് സ്റ്റേറ്റിലൊക്കെ പ്രൈസ് കിട്ടിയിട്ടുള്ള കുറേ ഐറ്റംസ് അന്ന് ചെയ്തായിരുന്നു. ഞാൻ വിശ്വസിക്കുന്നതെന്ന് വെച്ചാൽ എല്ലാവരുടെ ഉള്ളിലും മിമിക്രി ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഗാനമേളയ്ക്ക് ഒരു പാട്ടുകാരൻ പാടുമ്പോൾ തീർച്ചയായിട്ടും അയാളും ആ ഫ്ലേവർ കിട്ടാൻ അനുകരിക്കേണ്ടി വരും. ഇനിയിപ്പോൾ അനുകരിക്കുകയാണെന്ന് പറഞ്ഞാൽ അതിൽ നാണക്കേടിൻ്റെ ആവശ്യമൊന്നുമില്ല, അതൊരു കലയാണ്. എനിക്കത് നന്നായി ചെയ്യാൻ പറ്റുന്നത് എനിക്ക് അദ്ദേഹത്തിനോട് അത്രയും സാമ്യമുള്ളതുകൊണ്ട്. അപ്പോൾ അദ്ദേഹം പാടുന്ന എൻ്റെ ശബ്ദത്തിൽ ഞാൻ കറക്റ്റ് പാടിയ അദ്ദേഹത്തിൻ്റെ ശബ്ദ സാമ്യം മാത്രമേ ഉണ്ടാവുള്ളൂ. നോർമലി ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ നമ്മൾ മിമിക്രി വേദികളിൽ പ്രത്യക്ഷപ്പെടുന്ന ആളുകൾ അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ മോഡുലേഷൻ അതിലേക്ക് മാറ്റണം, അവരവിടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അതെ തീർച്ചയായിട്ടും. നിഖിൽ അതിന്റെ ആവശ്യമില്ല. അപ്പൊ മാത്രമല്ല ആ രീതിയിലല്ല ഈ ഒരു റൂട്ട് പോകുന്നത്. അതായത് ഒരു സിംഗറാണ്, ഒരു സംഗീത സംവിധായകരാണ്, ഒക്കെയാണ്. അപ്പൊ അങ്ങനെ ഒരാൾക്ക് ഇങ്ങനത്തെ ഒരു ഇതിന്റെ ആവശ്യമില്ല. അപ്പോൾ അതേ ഞാൻ ചോദിക്കുന്നത്, അപ്പൊ അങ്ങനത്തെ ഒരു ആളുകൾ പറയുമ്പോൾ അപ്പോൾ അനുകരണം ഇപ്പൊ നല്ല കലയാണ് എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട്, നമ്മൾ അംഗീകരിച്ചൊരു സംഭവം തന്നെയാണ്. എന്നിരുന്നാൽ പോലും ഇപ്പൊ ഞാനിപ്പോ പ്യുവറായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് സംഗീതം. തീർച്ചയായും. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യത്തിനെ ഇപ്പൊ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നിട്ട് അങ്ങനെ വരുമ്പോൾ, അതായത് കൂടുതലും പോകുന്നത് സംഗീതം ബേസ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് തന്നെയല്ലേ വേണ്ടത് ശരിക്കും? മലയാളികൾ ആ ഒരു അവയർനെസ് ഇല്ലാത്തതാണോ ശരിക്കും? തീർച്ചയായിട്ടും. അതായത് 35 വർഷത്തിലധികമായി റഹ്മാൻ എന്നുള്ള മനുഷ്യൻ നമ്മളെ എൻ്റർടൈൻ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നു.
അദ്ദേഹത്തിന് ഒരു റെപ്ലിക്ക വരാത്ത എന്താണെന്ന് നമ്മൾ ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. അതായത് നമുക്ക് ദാസേട്ടനെ പോലെ പാടുന്നവരുണ്ട്, SPBനെ പോലെ പാടുന്ന ഇഷ്ടം പോലെ പേരുണ്ട്, മുഹമ്മദ് റാഫിയെ പോലെ പാടുന്ന ഇഷ്ടം പോലെ ഉണ്ട്. റഹ്മാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ഒരു റഹ്മാൻ തന്നെ ഉള്ളൂ. അതിപ്പോൾ ഇനി ഞാൻ വന്നാലും ഞാൻ അദ്ദേഹം പാടുന്നതിൻ്റെ അദ്ദേഹമായിട്ട് വിദൂര സാമ്യം മാത്രമേ എനിക്കുള്ളൂ. ആസ് എ ടെക്നീഷ്യൻ ഞാൻ കാണുന്നത് എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു 60% മാത്രമാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ ശബ്ദസാമ്യവുമായിട്ടും അദ്ദേഹത്തിൻ്റെ പല ടെക്നിക്സും എനിക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. മേ ബി ചിലപ്പോൾ ചില മ്യൂസീഷ്യൻസ് പറയാറുണ്ട് അദ്ദേഹം പാടുന്ന ചില കാര്യങ്ങൾ അതിനേക്കാൾ വൃത്തിയായിട്ട് പാടാറുണ്ട് എന്ന് പറയാറുണ്ട്. അത് വളരെ ചെറിയൊരു കാര്യങ്ങൾ മാത്രം. ബാക്കി ആസ് എ സിംഗർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ഹൈ പിച്ച്, ഇപ്പോൾ ഉദാഹരണത്തിന് പറയാം, ഇപ്പോൾ ഒരു മിമിക്രി ആർട്ടിസ്റ്റിന് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഹൈ പിച്ചാണ്. അദ്ദേഹത്തിൻ്റെ സ്പെഷ്യാലിറ്റി അതാണ്. അദ്ദേഹം പാടുന്ന ഹൈ പിച്ചിൽ പാടാൻ പറ്റുന്നത് എന്നാൽ സിംഗേഴ്സ് വളരെ കുറവാണ്. എന്നിട്ട് വേണം ഈ സിമിലാരിറ്റി പിടിക്കാൻ. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് അദ്ദേഹത്തിൻ്റെ ഹൈ പിച്ച് പാടാൻ കഴിയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ശബ്ദസാമ്യമുണ്ട്. പിന്നെ നമ്മൾ മോഡുലേഷൻസൊക്കെ കുറച്ച് നമ്മൾ മിമിക്ക് ചെയ്യും, അത് ഏത് സിംഗേഴ്സായാലും ചെയ്യും. ഇപ്പോൾ മധു ബാലകൃഷ്ണൻ എന്നുള്ള സിംഗർ പാടുമ്പോൾ ദാസേട്ടൻ്റെ പാട്ട് പാടുമ്പോൾ അദ്ദേഹം ആ ഫ്ലേവർ പിടിക്കണം. എന്നാലാണ് നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു ഒപ്പത്തിനൊപ്പം അത് പ്രേക്ഷകനെ സന്തോഷിപ്പിക്കാൻ കഴിയുള്ളൂ. അത് ഞാനും ചെയ്യാറുണ്ട്. ഞാൻ പണ്ട് കാലത്ത് ആദ്യ സ്റ്റേജിൽ പാടുന്ന പോലെയല്ല ഇപ്പോൾ പാടുമ്പോൾ നമ്മൾ അദ്ദേഹത്തിനെ കുറേയൊക്കെ ഇമിറ്റേറ്റ് ചെയ്യും. അത് അവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അല്ല, എനിക്ക് പേഴ്സണലായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഖിലേട്ടൻ എന്ന് പറയുന്ന നിഖിൽ പ്രഭ എന്ന് പറയുന്ന ഒരാളെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത് ഇതുപോലെ അതിനേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരുപാട് റിയാലിറ്റി സംഗീത പരിപാടികൾ നമ്മുടെ ചാനലുകളിൽ നടക്കുന്നുണ്ട്, കുറേ ജഡ്ജസ് ഒക്കെ ഇരിക്കുന്നുണ്ട്. അപ്പം അത്തരത്തിലൊരു രീതിയിൽ ആണ് ഇപ്പോൾ എന്നെ പോലുള്ള ഈ കലാകാരനെ സ്നേഹിക്കുന്ന ഒരാൾ കാണാൻ ആഗ്രഹിക്കുന്നത്. അല്ല, അപ്പം അതുപോലത്തെ വേദികളിലാണ് ക്ഷണിക്കപ്പെടേണ്ടത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതാണ് ഞാൻ ചോദിച്ചതിൻ്റെ ഒരു. തീർച്ചയായും അല്ല, അത് വരും. ഇനിയിപ്പോൾ സിനിമകൾ വരുന്നു, പുരസ്കാരം, അതിനപ്പുറത്ത് കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ജനങ്ങൾ അറിയാത്തൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ സ്റ്റേറ്റ് അവാർഡിന് റഹ്മാൻ സാറിൻ്റെ ആടുജീവിതം, ഞാൻ ചെയ്ത ദേശക്കാരൻ എന്നുള്ള സിനിമ ഒരുമിച്ച് സംഗീതത്തിന് മത്സരിച്ചു. നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കുക. റഹ്മാൻ സാറിന് ഇപ്രാവശ്യം അവാർഡ് കിട്ടിയില്ല. എങ്ങാനും ദേശക്കാരൻ എന്നുള്ള സിനിമയിലെ പാട്ടിന് എനിക്ക് സംഗീതത്തിന് അവാർഡ് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ പത്രങ്ങളിൽ വരിക? റഹ്മാനുമായിട്ട് മത്സരിച്ച് ജൂനിയർ റഹ്മാന് പുരസ്കാരം എന്നല്ലേ പറയാം. അപ്പോൾ അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഈ പ്രേക്ഷകർ തിരിച്ചു പറയേണ്ടി വന്നിരുന്നില്ലേ? അങ്ങനെയില്ല. ഞാൻ അദ്ദേഹത്തിന് ഒരു പുരസ്കാരം കൊണ്ട് എനിക്ക് മറികടക്കാനും കഴിയില്ല, ഒന്നുമില്ല. ഈ പറയുന്ന പോലെ അങ്ങനെ ഒരു മത്സരം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ബഹുമാനിക്കുന്ന റഹ്മാൻ സാറെ ഞാൻ മറികടക്കണം എന്നല്ല ആഗ്രഹിക്കുക. അപ്പം നമ്മുടെ മനുഷ്യർ, ഈ പ്രേക്ഷകർ ഇതൊന്നും അറിയാൻ ആഗ്രഹിക്കുന്നില്ല. ആരാണ് നിഖിൽ പ്രഭ എന്ന് ആഗ്രഹിക്കാൻ കഴിയില്ല. ആ നിന്ന നിപ്പിൽ ആ നിഖിൽ പ്രഭേനെ വിമർശിക്കാൻ കഴിയുമോ അത്രേ ചിന്തിക്കുന്നുള്ളൂ. അങ്ങനത്തെ ആൾക്കാരുടെ അടുത്ത് നമ്മൾ പ്രൂവ് ചെയ്യേണ്ട പ്രശ്നമില്ല. നാളെ ഞാൻ എന്ത് ചെയ്താലും ഈ പറഞ്ഞ പോലെ ജഡ്ജായാലും അവർ എന്നെ ആ തലത്തിലേ വിമർശിക്കുകയുള്ളൂ. അല്ല, ഇപ്പോൾ എനിക്ക് തോന്നുന്ന നിഖിൽ പ്രഭ എന്ന് പറയുന്ന കലാകാരൻ ഈ പറയുന്ന വേദികളിൽ ഇപ്പോൾ മലയാളികൾ കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു നിഖിൽ പ്രഭ ആരാണ് എന്നുള്ളതല്ല. അപ്പോൾ ഇത്തരം രീതിയിലോട്ട് ക്ഷണിക്കപ്പെടാത്തതിൻ്റെ പുറകിൽ ഒരു പൊളിറ്റിക്സ് ആണോ എന്ന് തോന്നിയിട്ടുണ്ട്? അല്ല, നമ്മൾ അങ്ങനെ കാണുകയാണെങ്കിൽ എല്ലാം പൊളിറ്റിക്സ് തന്നെയാണ്. നമുക്ക് തീർച്ചയായിട്ടും നമ്മളതിനെ എതിർക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ എനിക്ക് ചെയ്യാൻ കഴിയുന്നത് നാളെ ഞാൻ 100-300ഓളം പുതിയ കലാകാരന്മാർക്ക് അവസരങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. എന്താ വെച്ചാൽ എനിക്ക് അനുഭവിച്ച ഇൻഡസ്ട്രിയിൽ നേരിടേണ്ട കാര്യങ്ങൾ ഇപ്പോഴത്തെ തലമുറ ഇതാക്കണം എന്ന് വിചാരിച്ചാൽ, പക്ഷെ അതിനേക്കാൾ ഫാസ്റ്റിലാണ് നമ്മുടെ ഇൻഡസ്ട്രി പോണത്. ഞാൻ അവസരം കൊടുത്തില്ലെങ്കിലോ വേറെ അവസരം കൊടുത്തില്ലെങ്കിൽ പോലും കയറിപ്പോകാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സ്വന്തം മൊബൈലിൽ പാടിയാൽ തന്നെ കയറി പോരാൻ കഴിയുന്നൊരു അവസ്ഥ ഉണ്ട്. പിന്നെ നമ്മളെല്ലാം പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയാണ്, ഞാൻ കറുത്തവനാണ്, ഞാൻ ജാതീയമായിട്ട് അങ്ങനെയൊക്കെ പറയുന്നത് ഒന്നുമല്ലാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ടോയെന്ന് വെച്ചാൽ ഇതെല്ലാം ഉണ്ട്, എല്ലായിടത്തും പൊളിറ്റിക്സ് ഉണ്ട്. പക്ഷേ ഒരാൾക്ക് മറികടക്കാൻ പറ്റാത്ത പ്രതിബന്ധങ്ങളല്ല ഇവിടെ ഉള്ളത്. എളുപ്പം മറികടക്കാൻ പറ്റുന്ന ബ്രേക്കബിൾ ആയിട്ടുള്ള തടസ്സങ്ങളെ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചുള്ളൂ. അത് തടസ്സമാണോ വെച്ചാൽ തീർച്ചയായിട്ടും തടസ്സമാണ്. മറികടക്കാൻ പറ്റുന്നതിന് നമ്മൾ തടസ്സം എന്ന് പറയാൻ പാടില്ല, അത്രേ ഉള്ളൂ.
ഇപ്പോൾ എന്താ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് പേര് പ്യൂറായിട്ട് സംഗീതത്തെ അല്ലെങ്കിൽ ഏതൊരു കലയും അതിൻ്റെ ബേസിക് അറിഞ്ഞുകൊണ്ട് ഉപാസിച്ച് മുന്നോട്ട് വരുന്ന ആളുകളാണ്. അപ്പോൾ ഇതൊന്നുമില്ലാതെ പലരും ഒരു ഒരു പെട്ടെന്ന് ഒരു സമയത്ത് വന്നിട്ട് വലിയ ഓളം ഉണ്ടാക്കുന്നു, പിന്നീട് അവർ മറഞ്ഞു പോകുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിസ്റ്റം നമ്മളിപ്പോൾ ഈ ഇടയായിട്ടൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. പക്ഷേ ഈ ഇതുപോലെ സ്ട്രഗിൾ ചെയ്യുന്ന കലാകാരന്മാർ അവരുടെ ഒരു വലിയൊരു സംഭവം അവിടെ ഹൈഡ് ചെയ്യപ്പെടുക എന്ന് തോന്നിയിട്ടില്ല. അത് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഏത് കലാകാരനും ഫിനാൻഷ്യലി ആയാലും രക്ഷപ്പെടാനുള്ള സ്പേസ് ഇവിടെ ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ പേടിക്കുകയാണ്, ഇപ്പോൾ നാളെ കടലിലെ മീനുകളെ നമ്മൾ പിടിച്ച് തിന്നൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ദിവസം ഇത് തീരില്ലേ എന്ന് നമ്മൾ പേടിച്ച് കഴിഞ്ഞാൽ സത്യത്തിൽ നമുക്ക് മീൻ പിടിക്കാൻ പറ്റില്ല. കാരണം അത്ര കുറച്ച് മീനുകളെ ഇവിടെ ഉള്ളൂ. പക്ഷേ നമ്മൾ മനുഷ്യൻ്റെ പരിണാമം സംഭവിച്ചിട്ട് ലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ട് നമ്മൾ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്രയും കോടിക്കണക്കിന് ജനങ്ങൾ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, മീൻ കഴിയണമെന്നില്ല. എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഏത് കലാകാരനും നിലനിൽക്കാനും ഭക്ഷിക്കാനുള്ള സ്പേസ് വിഭവം ഇവിടെ ഉണ്ട്. അത് കണ്ടെത്താത്തത് അവരുടെ മാത്രം കുഴപ്പമാണ്. അപ്പോൾ ഞാൻ ഉപാസിച്ചു, ഞാൻ അതിൻ്റെ ഉപാസകനാണ്. ഞാൻ പറഞ്ഞു, ഞാൻ ഈ ഇപ്പോൾ 12 വർഷം മുന്നേ 13 വർഷം മുന്നേ ഇൻഡസ്ട്രിയിൽ വന്ന് അന്ന് തൊട്ടിട്ട് സിനിമയിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ടാണ് ജീവിച്ചേക്കുന്നത്. എനിക്ക് ഇന്ന് 1 രൂപ പോലും കടയില്ലാതെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അത് ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റാണ്. കൂലിപ്പണിക്ക് പോകുന്നവർ പോലും കടപ്പെട്ടിട്ട് ദിവസം 1000 രൂപ കൂലി കിട്ടുന്ന കൂലിപ്പണിക്കാരൻ പോലും കടം വരുത്തുന്നുണ്ടെങ്കിൽ അയാളുടെ കയ്യിൽ ഇരിപ്പാണെന്ന് വിശ്വസിക്കുന്നതാണ്. അപ്പം നമുക്ക് പ്ലാനിങ്ങും അവസരങ്ങൾക്കുള്ള സാധ്യതകളും ഏണിങ്സിനോടുള്ള ആർത്തിയും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കലാകാരന് നിലനിൽക്കാൻ കഴിയുള്ളൂ. ഇവിടെ അവസരങ്ങളുണ്ട്. യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും അല്ലാതെ 2 മണിക്കൂർ പ്രകടനത്തിന് 1000 രൂപ മുതൽ 2000 രൂപ വരെ കൊടുക്കുന്ന ഒരുപാട് വെബ്സൈറ്റുകൾ ഉണ്ട്. ഞാൻ എന്തെങ്കിലും വെബ്സൈറ്റുകളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രൊമോഷനായി പോകും. അതുകൊണ്ട് ഒന്നിലധികം വെബ്സൈറ്റുകളുണ്ട്. അതെല്ലാം നമ്മുടെ ഒരു 2 മണിക്കൂർ നേരത്തെ പ്രകടനത്തിന് 1000 രൂപ മുതൽ 3000 രൂപ വരെയൊക്കെ കൊടുക്കുന്ന വെബ്സൈറ്റുകളുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു കൂലിപ്പണിക്കാരൻ്റെ 3 ദിവസത്തെ ശമ്പളം 2 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്ന പ്ലാറ്റ്ഫോമുകൾ ഇവിടെ ഉള്ളപ്പോൾ നമ്മൾ പറയണത് എന്താ പറയുക, എനിക്ക് അവസരമില്ല എന്നാണ് പറയുന്നത്. അപ്പം അത് അവനവൻ്റെ കഴിവുകേടാണ്. മൊബൈൽ ഫോൺ ഇല്ലാത്ത ഒരു മനുഷ്യനും, ഭിക്ഷക്കാരൻ്റെ കയ്യിൽ ഒരു മൊബൈൽ ഫോണുള്ള കാലഘട്ടമാണ്. അപ്പോൾ നമ്മൾ വെറുതെ പറയാം, നമ്മൾ അവെയർ അല്ല, വായിക്കുന്നില്ല, പഠിക്കുന്നില്ല, എൻക്വയർ ചെയ്യുന്നില്ല, ഇതെല്ലാം ചെയ്യുന്നു. ഞാനിവിടെ പാട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു, ഇത് നീ ഇങ്ങനെ ഒന്നും ചെയ്യില്ല, നീ ഒരു ക്യാമറയിൽ ചെയ്യാൻ പറഞ്ഞു. എൻ്റെ ഉദ്യമം അത്രയേ ഉള്ളൂ, റഹ്മാൻ സാർ ഇത് കാണുക എന്നുള്ളത്. 1 വർഷം കഷ്ടപ്പെട്ടു. ഒരു ദിവസം പോസ്റ്റ് ഇട്ടു, FBയിൽ പോസ്റ്റ് ഇട്ടു. ഒരു ഗർഭകാലത്തിനുള്ളിൽ ഞാൻ AR റഹ്മാൻ എന്നുള്ള എൻ്റെ മാനസ ഗുരുവിന് ഞാൻ പാടി കേൾപ്പിക്കുന്നു പറഞ്ഞു. 9 മാസം 4 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ഏപ്രിൽ 1-ാം തീയതി ആ മനുഷ്യൻ്റെ അടുത്ത് നിന്ന് പാടി. അപ്പോൾ അത് കഴിഞ്ഞത് നമ്മുടെ തിരിച്ചറിവാണ്. ഒരു 10 മാസം കൊണ്ട് റഹ്മാൻ സാറിലേക്ക് എത്തുന്ന പ്രോഗ്രഷൻസ് നമ്മൾ ഉണ്ടാക്കുന്നുള്ള ആ അൽഗോരിതത്തിൻ്റെ ഒപ്പം നമ്മൾ സഞ്ചരിക്കാനുള്ള അവയർനെസ് കൊണ്ടാണ്. അല്ലാതെ ഞാൻ ഈ സന്യാസിയായിട്ടൊന്നല്ല അത് പറയുന്നത്. ആ തിരിച്ചറിവിലേക്ക് ഇന്നത്തെ കാലം എത്തിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർക്കും മീൻ പിടിക്കാൻ പറ്റും. നിഖിൽ പ്രഭ എന്ന് പറയുന്ന കലാകാരൻ ഒരുപാട് പേര് സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നമുക്ക് വിമർശനങ്ങളെയൊക്കെ മാറ്റി നിർത്തും. അപ്പോൾ ആ ഇഷ്ടപ്പെടുന്ന ആളുകളോടും അല്ലെങ്കിൽ ആ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഫോളോ ചെയ്യുന്ന ആളുകളോടൊക്കെ എന്താണ് നിഖിലേട്ടന് പറയാം? എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, മത്സരബുദ്ധി എന്നുള്ളൊരു ഫാക്ടറാണ് പലപ്പോഴും നമ്മുടെ കലാകാരന്മാർക്കെതിരെ ഉണ്ടാവുന്നത്. അതല്ല നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ അവനേക്കാൾ മുന്നേ പോയി നിൽക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ഒരു സിനിമ കാണാൻ ആദ്യം പോയി നിൽക്കുന്നവന് ആദ്യം ടിക്കറ്റ് കിട്ടും. ഈ ആദ്യം പോയി നിൽക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അല്ലാതെ നമ്മൾ ഇടയിൽ കൂടെ കയറി ടിക്കറ്റ് എടുക്കുക എന്നുള്ളത് ശരിയായ രീതിയില്ല. നമ്മുടെ ഇവിടെ കാണുന്നത് വെച്ചാൽ ഒപ്പം മത്സരിക്കുന്ന കലാകാരനെ അവൻ പാടുമ്പോൾ അവൻ്റെ മൈക്ക് ഓഫായി പോകണമെന്ന് പ്രാർത്ഥിക്കുന്ന കലാകാരനുള്ളത്. അതിന് പകരം എനിക്കൊരു സ്ലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ സ്ലോട്ട് അവനേക്കാൾ ഫ്രീക്വൻസിയിൽ, അവനേക്കാൾ പ്രാപ്യമായ രീതിയിൽ എനിക്ക് പെർഫോം ചെയ്യാൻ കഴിയണം എന്ന് ആഗ്രഹിക്കുന്നതാണ് വലിയ കാര്യം. അത് ഇവിടെ കുറവാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഭൂരിഭാഗം പേരും എനിക്ക് കിട്ടുന്ന പോലത്തെ വേദികൾ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാ. വളരെ ഈസി ആയിട്ടുള്ള കാര്യം. കാരണം ഈ പറയുന്നവരൊക്കെ എന്നേക്കാൾ കഴിവുള്ളവരാണ്. ഞാൻ കണ്ടിട്ടുള്ള പാട്ടുകാരായാലും എന്നെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരിൽ പല സിംഗേഴ്സും എന്നേക്കാൾ നന്നായി പാടുന്നവരെ ഞാൻ കൂടുതൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഭാഗ്യം എന്നുള്ളൊരു ഫാക്ടറല്ല, നമ്മൾ അതിന് പ്രിപ്പയർ ആവുക എന്നുള്ളതാണ്. നമ്മൾ എന്താ കാര്യം, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമൊക്കെ വളരെ സിമ്പിളല്ലേ. നമ്മളൊന്നും ഒരാൾക്ക് ടാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന
യേശുദാസിനെ ടാഗ് ചെയ്ത് കഴിഞ്ഞാൽ യേശുദാസിനെ കാണാൻ കഴിയുന്ന കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അദ്ദേഹത്തിനെ അന്വേഷിച്ച് അമേരിക്ക പോകേണ്ട കാര്യമില്ല. അപ്പോൾ അത്രയും നല്ല സിമ്പിളായിട്ടുള്ളൊരു കാലഘട്ടത്തിൽ നന്നായിട്ട് കോൺഫിഡൻസോട് കൂടി എല്ലാം പ്രിപ്പയർ ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. ആ നേരത്ത് നമ്മുടെ ബാറ്ററി തീർന്നിട്ട് കാര്യമില്ല. നമ്മൾ ഫുൾ ചാർജിൽ നിൽക്കുക, എപ്പോൾ പെർഫോം ചെയ്യണോ അപ്പോൾ നമ്മുടെ മാക്സിമം കൊടുക്കുക. അതാണ് എൻ്റെ ജീവിതത്തിൽ അതുണ്ടായിരുന്നു. എനിക്കിതൊരു അവസരം വന്നപ്പോൾ ഞാനത് മുതലാക്കി. ഞാൻ അതിന് മുന്നേ അയ്യോ ഞാൻ സ്റ്റേജിൽ കയറിയിട്ടില്ലല്ലോ, ഞാൻ ഗാനമേളയ്ക്ക് പാടിയിട്ടില്ലല്ലോ, എനിക്ക് മൈക്ക് പിടിക്കാൻ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ എന്ന് ചിന്തിച്ചാൽ തീർന്നു കഥ. അപ്പോൾ ഇത്രയും നേരം നമുക്ക് വലിയൊരു സമയം തന്നു, ഒരുപാട് അവസരങ്ങൾ തീർച്ചയായിട്ടും എന്താണോ എവിടെയാണോ വിശ്വസിക്കുന്നത് അത് വരും എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ നന്ദി.